തൻ്റെ റബ്ബിൻ്റെ ലിഖാഇന് പാകപ്പെടുന്ന വിധം ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുന്ന ഒരു മഹത്തായ ഇബാദത്താണ് നോമ്പ്. ഫർഹത്താനി ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഫിത്റിന്റെ സന്ദർഭം, നോമ്പ് ഉറക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, മറ്റൊന്ന് അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാഹ് മുറാദി വശൗഖി അൻത യാ ഖുതുബസ് സമാനി വുജൂദി മൽഹറുല്ലാഹി സുൽത്താനി. വിശുദ്ധിയുടെ മാസമായ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഖദ് അളല്ലക്കും ഷഹ്റുൻ അളീം ഷഹ്റുൻ മുബാറകുൻ ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്ർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഖദറിന്റെ രാത്രി അടങ്ങുന്ന മുബാറക്കായ അളീമായൊരു മാസം നിങ്ങൾക്കിതാ സമാഗതമായിരിക്കുന്നു. ജഅലല്ലാഹു സിയാമഹു ഫരീള. ആ പരിശുദ്ധ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഫർളാക്കിയിരിക്കുന്നു. വിശുദ്ധ റമളാന്റെ 30 ദിനങ്ങളും നിർബന്ധമായ വ്രതാനുഷ്ഠാനത്തിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു മാസങ്ങളിലും വേണ്ടി വന്നാൽ 2 പെരുന്നാൾ ദിവസങ്ങളും അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളും ഒഴികെയുള്ള വർഷത്തിലെ എല്ലാ ദിവസങ്ങളും നോമ്പെടുക്കുന്ന നിസ്ഫുദ്ദഹർ, വർഷത്തിന്റെ പകുതി നോമ്പെടുക്കുന്ന റജബ്, ഷഅബാൻ, റമളാൻ തുടങ്ങിയുള്ള 3 മാസങ്ങൾ അടുപ്പിച്ച് നോമ്പെടുക്കുന്ന രീതി, തിങ്കൾ, വ്യാഴം, അതുപോലെ അയ്യാമുൽ ബീദ് ഓരോ മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ നോമ്പെടുക്കും. അങ്ങനെ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുവാൻ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏത് നോമ്പായാലും ശരി, അതതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ഫലമുണ്ടാകുന്നത്. അല്ല എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ അത്ശു വൽ ജൂ'. എത്രയോ നോമ്പുകാരാണ്, അയാളുടെ നോമ്പ് കൊണ്ട് അയാൾക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നതല്ലാതെ യാതൊരു നേട്ടവും അതുകൊണ്ടുണ്ടാകുന്നില്ല എന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അവസ്ഥയിലേക്ക് അത് മാറിപ്പോകും. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹിയയിൽ ഈ വിഷയമാണ് വളരെ ഗൗരവത്തോടെ നമ്മൾ ഉണർത്തുന്നത്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ നോമ്പിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ നോമ്പിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പിറവിയെടുത്ത ദിവസമാണ് വിശുദ്ധ റമളാന്റെ 1ാമത്തെ ദിവസം. മുതലായ റമളാനിൽ 30 നാളിലും മുലകുടിക്കും കാലം മുലനെ തൊടാത്തവർ. മഹാനവറുകൾ ജനിച്ചു വീണ ആദ്യ റമളാനിൽ തന്നെ മുലകുടി പ്രായത്തിൽ നോമ്പെടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് അവിടുത്തെ നീണ്ട ആത്മീയ യാത്രയിൽ സുന്ദസ്നൈ അശറ ഖരീഫൻ സായിമ സർദി, തുടർച്ചയായ 12 വർഷത്തെ നോമ്പ്. ഇങ്ങനെ മഹാന്മാരുടെ ചരിത്രം വരുമ്പോൾ നിരന്തരമായ നോമ്പെടുത്ത ചരിത്രങ്ങൾ നമുക്ക് വായിക്കാനാകും. മഹാനായ ഷെയ്ഖുന ഖുതുബുസ്സമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിർ യസ്തി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി മഹാനവറുകളുടെ ചരിത്രം പറയുമ്പോഴും നിരന്തരമായി നോമ്പിലായിരുന്ന സംഭവങ്ങൾ മഹാനവറുകൾ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ നോമ്പുകൾ ഒക്കെയും മഹാനായ ഗസാലി ഇമാം തങ്ങൾ സൂചിപ്പിച്ചതുപോലത്തെ ഒരു ലക്ഷ്യമുള്ള, അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട നോമ്പായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കുറെ പട്ടിണി കിടക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവും അതിൻ്റെ പിന്നിലില്ല. ഈ നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് തസ്ഫിയത്തുൽ ഖൽബ്, ഹൃദയ ശുദ്ധീകരണമാണ്.
നമ്മുടെ ചിന്ത മുഴുവനും അള്ളാഹുവിലേക്ക് തിരിക്കലാണ്. അള്ളാഹുവിനെ ദർശിക്കുക. നോമ്പിന്റെ ഫലങ്ങൾ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സ്വാഇമി ഫർഹത്താനി ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി എന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. അതിലൊന്ന് അവന്റെ ഫിത്റിന്റെ സന്ദർഭം, നോമ്പ് ഉറക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. മറ്റൊന്ന് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ തന്റെ റബ്ബിന്റെ ലിഖാഇന് പാകപ്പെടുന്ന വിധം ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുന്ന ഒരു മഹത്തായ ഇബാദത്താണ് നോമ്പ്. അതെങ്ങനെ അനുഷ്ഠിക്കണം എന്നാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യയിൽ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.